അനിലെ തഹിയ വാൾവ് പൂട്ടി 5 കോടിയിലെത്തിയപ്പോൾ നമ്മുടെ അനിലൊരു വീഡിയോ ചെയ്തിരുന്നു. അവിടുന്ന് കയറി പോയിട്ട് സമസ്തയുടെ തഹിയ ഇന്ന് 35 കോടിക്ക് എത്തണേ. ഇത് സോഷ്യൽ മീഡിയയിലൂടെ ഈ ചങ്ങായി അറിയുന്നുണ്ട്. ഇപ്പൊ മൂപ്പർക്ക് കൊരങ്ങനെ പുളിയർമ്പ കടിച്ചാൽ എന്താ അവസ്ഥ എന്ന് മനസ്സിലാവണമെങ്കിൽ അനിലിന്റെ വീഡിയോ കണ്ടാൽ മതി. അല്ലെങ്കിൽ കൊരങ്ങന്മാർ ചാടുകയാണ് ചെയ്യുക. ഓരോരോ കൂട്ടം പുളിയറമ്പട കടിച്ചാൽ എന്തൊക്കെയാണ് ഡബിൾ ചാട്ടത്തിലാണ് അനിൽ മുഹമ്മദ്. പാവം അനിൽ മുഹമ്മദിന്റെ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്, ഈ കെട്ട കാലത്ത് സമുദായത്തിന്റെ ഐക്യത്തിനും ഉന്നതിക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട തലയെക്കെട്ടുകാരായ ഉസ്താദുമാർ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ പോകുന്നു എന്ന് എല്ലാ വീഡിയോയിലും മുപ്പര് പറയുന്ന കാര്യമാണ്. എടാ മോയന്ത് അനിലെ, ഒരു കാര്യം പറഞ്ഞിട്ടെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിക്കുന്നത് 1920കളിലാണ്. അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പോലും കിട്ടിയിട്ടില്ല. സ്വാതന്ത്ര്യം കിട്ടാത്ത കാലത്ത് ബ്രിട്ടീഷുകാരുടെ തീ തുപ്പുന്ന തോക്കിന്റെ മുമ്പിൽ പ്രതിരോധം തീർത്ത മുസ്ലിം സമുദായത്തിന്റെ മറ്റൊരു പ്രതിരോധത്തിന്റെ വഴിയായിരുന്നു വിശ്വാസത്തെ കാർന്നു നിന്നാൻ വന്ന ബിദ്അകളുടെ മുമ്പിൽ പിടിച്ചു നിർത്തുക, അവർ വിശ്വാസത്തിന് കാവൽ നിൽക്കുക എന്നുള്ളത് അന്നത്തെ ഉസ്താദുമാരുടെ പണിയായിരുന്നു. ഈ തലയെക്കെട്ടുകാർ ഹമീദ് വൈസി അമ്പലക്കടവ് കെട്ടുന്ന കെട്ടില്ലേ, ആ തലയെക്കെട്ടുകാരെ പണി. ഉമർ വൈസി മുക്കം, വലിയ പേടിയായി ചങ്ങായിക്ക് മുമ്പൊക്കെ ഉമർ വൈസി മുക്കം കെട്ടുന്ന തലയിൽ കെട്ടുന്നില്ലേ, അങ്ങനത്തെ തലയിൽ കെട്ടിയ പണ്ഡിതന്മാരുടെ പ്രധാനപ്പെട്ട പണി എന്തായിരുന്നു അറിയോ? ഇവിടുത്തെ വിശ്വാസികളുടെ വിശ്വാസത്തിന് കാവൽ നിൽക്കായിരുന്നു. സമസ്തയെ സംബന്ധിച്ചിടത്തോളം മുജാഹിദുകാർ പ്രശ്നക്കാരാണ്. അവരെ വെടിവെച്ച് കൊല്ലാനല്ല പറഞ്ഞത്, മുജാഹിദുകാരുടെ വിശ്വാസത്തിൽ പ്രശ്നമുണ്ട്. ജമാഅത്തുകാർ പ്രശ്നക്കാരാണ്, തബ്ലീഗുകാർ പ്രശ്നക്കാരാണ്, അതുപോലുള്ള പുത്തനാശയക്കാരൊക്കെ പ്രശ്നക്കാരാണ്. സമസ്ത ഇവിടെ നിലനിൽക്കുന്നത് സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതണം എന്ന് പഠിപ്പിക്കാനാണ്. ഞങ്ങളെ എത്ര ചെറുതാക്കിയാലും ആണല്ലോ ഞങ്ങൾ നിൽക്കുന്നത് അതിനെ. ഖുത്ബ ഓതേണ്ടത് അറബിയിൽ ആണെന്ന് പഠിപ്പിക്കാനാണ് സമസ്ത നിൽക്കുന്നത്. നിസ്കാര ശേഷം കൂട്ടു പ്രാർത്ഥനയുണ്ട് എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് സമസ്ത. ഈ 10,000-കണക്കിന് മദ്രസകളും ലക്ഷക്കണക്കിനായ ഉസ്താദുമാരും കോടിക്കണക്കിനായ ഫണ്ട് ശേഖരണങ്ങളൊക്കെ നടത്തുന്നത് ഇവിടെ ഖുത്ബ അറബിയിലാവണം എന്ന് പറയാൻ തന്നെയാണ്. പോട്ടാ, അന്നെ പോലത്തെ കുറച്ച് കോമൺ മുസ്ലിങ്ങളെ പടുത്തുയർത്താൻ വേണ്ടിയല്ല സമസ്ത സ്ഥാപിത കാലം മുതൽ ഇന്ന് വരെ അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞ കാര്യത്തിന്. അപ്പജ് പറയും, ഓതണമെങ്കിൽ ആദ്യം മിമ്പർ ഉണ്ടാവണ്ടേ. മിമ്പറ പോലും അടിച്ചു കൊണ്ടുപോകാൻ ഫാസിസം തലക്ക് മുകളിൽ പ്രവർത്തിക്കുമ്പോൾ മിമ്പറ പോലും ഇല്ലാത്ത കാലത്താണോ ഖുത്ബ? എടാ മോനെ, മിമ്പറയുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ അറബിയിൽ ഖുത്ബ ഓതണം എന്ന് പറയാനാണ് സമസ്ത വരുന്നത്. മിമ്പർ ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കൊറോണ കാലത്ത് മിമ്പർ ഉണ്ടായിരുന്നില്ലല്ലോ, അന്ന് ഖുത്ബ ഉണ്ടായിരുന്നില്ലല്ലോ. എന്തുണ്ടായത്? മിമ്പർ വന്നു, കൊറോണ കഴിഞ്ഞ മിമ്പർ വന്ന വീണ്ടും അറബിയിലായി. ഇതിനെന്നെയാണ് സമസ്ത. നീ എന്ത് പറഞ്ഞ് ചെറുതാക്കിയാലും ശരി, സമസ്തയുടെ പണ്ഡിതന്മാർ ഹമീദ് വൈസി അമ്പലക്കട പേടിയാണ് കേൾക്കുമ്പോൾ ഭയങ്കര പേജാറാണ് ഹമീദ് വൈസിന്റെ പേര് അറിയുമ്പോൾ. അത് എൻ്റെ മാത്രം പ്രശ്നമല്ലട്ടാ, ഉമർ വൈസി മുക്കം, അത് അനക്ക് മാത്രമല്ല പേടി. ഇവിടെയുള്ള സുന്നികളല്ലാത്ത എല്ലാവർക്കും ഈ 2 നാമങ്ങളും പേടി തന്നെയാണ്. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ പോയിക്കോട്ടെ. എൻ്റെ ചീഞ്ഞു നാറുന്ന നാവ് കൊണ്ട് പരിഹാസം കിട്ടുക എന്നുള്ളത് ഈ പണ്ഡിതന്മാരുടെ സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് സുന്നികൾ മനസ്സിലാക്കുന്നത്. നീ ഒന്ന് നല്ലത് പറയാതിരുന്നാൽ മതി, ഇവരെ കുറിച്ച് നന്മ പറയാതിരുന്നാൽ മതി. നീയൊക്കെ ചീത്ത പറയുമ്പോഴാണ് സുന്നികൾക്കിടയിൽ ഈ പണ്ഡിതന്മാർ ചെയ്ത ത്യാഗവും അവർ ചെയ്ത സന്നദ്ധതയും അവരുടെ പ്രവർത്തനങ്ങളും മറ്റുള്ള ആളുകൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. കൂടുതൽ ആളുകൾ അങ്ങനെയുള്ള സമസ്തയുടെ പണ്ഡിതന്മാരുടെ ചരിത്രം പഠിച്ച് മനസ്സിലാക്കി സമസ്തയോട് അടുക്കാനും തഹിയ പോലെയുള്ള ഫണ്ട് ശേഖരണത്തിൽ കൃത്യമായ ഇടപെടൽ നടത്താനും ഇന്നെ പോലെയുള്ള ചീഞ്ഞു നാറുന്ന നാവ് കൊണ്ടുള്ള പരിഹാസം കൊണ്ട് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റായി അംഗീകാരമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നീയൊന്നും നല്ലത് പറയരുത് മോനെ.